ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൊഴക്കട്ടയും അതുപോലെ അതിൻ്റെ കൂടെ നല്ല മുളകിട്ട മീൻ കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ പുഴുങ്ങലരി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 8 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗ്രൈൻഡറിൽ ഒരു തരതരപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായി ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ കറക്റ്റ് ഉരുണ്ട് വരണം. ഇപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. അടുത്തത് ഒരു അപ്പച്ചമ്പ് വെച്ച് ഇല വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ ഷേപ്പിലും പരത്തിയെടുക്കാം. കുറച്ചൊരു കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. അതുപോലെ തരതരപ്പായിട്ടാണ് അരച്ചെടുക്കുന്നതും. അതിൻ്റെ മേലെ ഓരോ ഇല വെച്ച് ഇതുപോലെ മേലെയായിട്ട് ബാക്കിയുള്ള കൊഴക്കട്ടയും അതുപോലെ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വെന്ത് വന്നോളും. അപ്പോൾ അതിന് ശേഷം 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും മീൻ കറി റെഡിയാക്കാം. അപ്പോൾ ഒരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വന്ന് അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം 4 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് വന്നോളും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് നല്ലോണം സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായി ഉടഞ്ഞിട്ട് വരണം. അപ്പോഴാണ് കറക്റ്റ് ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഒരുവിധം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് മഞ്ഞളിട്ട് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ സ്പൈസി വേണമെങ്കിൽ 1-2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ടോട്ടൽ 3 ടീസ്പൂണ് എടുത്തിട്ടുണ്ട്. ആദ്യം ഫസ്റ്റിൽ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇതുപോലെ തൊലിയോട് കൂടി ഒന്ന് ചതച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. വാളൻ പുളീൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് ടൈം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ഗ്ലാസ്സിൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. അപ്പം അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ മാത്രം അതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ തല കൂടെ വരുന്ന പീസാണ് എടുത്തിട്ടുള്ളത്. ഷേരീൻ്റെ ഫിഷ് കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനുശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ലോണം കറിയായിട്ട് വരുന്നില്ല, കുറച്ചൊരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ കുറച്ചൊന്ന് സിമ്മിലിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴക്കട്ടയും അതുപോലെ അതിൻ്റെ കൂടെ
ഫിഷ് കറിയും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോംബോ ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കമൻറ്റ്സൊക്കെ അറിയിക്കുക. ജസ്ന സ്പൈസസ് എന്ന് പറഞ്ഞ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടെ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.